ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ഡിഫറെന്റ് പ്രോസസ്സസ്. അതിൽ ആദ്യത്തേത് ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ്സിൽ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ സി പി ഡി ടി ആണ്. സോ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ക്യൂ ബൈ ടി ഇന്റഗ്രൽ സി പി ഇൻറ്റു ഡി ടി ബൈ ടിയിൽ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. നമ്മൾ ഡി ക്യൂന് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ലോഗ് ഓഫ് ടി ടു ബൈ ടി വൺ കിട്ടും. പക്ഷെ ഫോർ ഐസോബാറിക് പ്രോസസ്സിൽ വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു ആണ്, കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സോ നമുക്ക് ഇതിനെ എന്തും കൂടെ എഴുതാം, സി പി ലോഗ് വി ടു ബൈ വി വൺ എഴുതാൻ പറ്റും. ഈ രണ്ടാമത്തെ പ്രോസസ്സ് നോക്കുക, ഐസോകോറി പ്രോസസ് ആണ്. ഐസോകോറി പ്രോസസ്സിൽ വോളിയം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എന്താണ്, സീറോ ആണ്. ഡി ക്യൂ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സി വി ഡി ടി ഡെൽറ്റ ടി എന്നാക്കി എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡി ക്യൂ നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സി വി ഡി ടി ബൈ ടി. അപ്പൊ സി വി ലോഗ് ടി ടു ബൈ ടി വൺ, ടി ടു ബൈ ടി വൺ നമുക്ക് എന്ത് ഫോർമുല യൂസ് ചെയ്യാം, പി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു പി ടു ബൈ ടി ടു. ആ ഫോർമുലയിലാക്കിയിട്ടുണ്ടെങ്കിൽ സി വി ലോഗ് പി ടു ബൈ പി വൺ ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ, സെയിം ഒരേപോലെ തന്നെ വരുന്നത്. ഇതിലെന്ത് വരും, സി പി ലോഗ് വി ടു ബൈ വി വൺ വരും. ഇവിടെ എന്ത് വരും, സി വി ലോഗ് പി ടു ബൈ പി വൺ വരും. ഇനി അടുത്ത നോക്കാം, ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ് കോൺസ്റ്റന്റ്, ഇന്റേണൽ എനർജിയാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് അല്ലെ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സീറോ ആയിട്ട് വരും. അപ്പൊ ചേഞ്ച് ഇൻ എൻട്രോപ്പി എങ്ങനെ കണ്ടുപിടിക്കാം, ഡി ഡബ്ല്യു ബൈ ടി ആവും, പി ഡി വി ആവും. അപ്പൊ പ്രഷർ നമുക്ക് എന്തിന്റെ ടേംസിലേക്ക് എഴുതണം, വോളിയത്തിന്റെ ടേംസിലേക്ക് എഴുതാം. ടി കോൺസ്റ്റന്റ് ആണ്, ടി ടി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ആർ ബൈ വി ഇൻറ്റു ഡി വി വരും, ലോഗ് ഓഫ് വി വരും, വി വൺ ടു വി ടു ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ആർ ലോഗ് വി ടു ബൈ വി വൺ വരും. ആറിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മേയർസ് റിലേഷൻ വെച്ച് സി പി മൈനസ് സി വി എഴുതാൻ പറ്റും. പിന്നെ പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി ടു ആണ് ഐസോ തെർമൽ പ്രോസസ്സിൽ. അപ്പൊ നമുക്ക് അതിന് വേറൊരു ഫോമിലേക്കും കൂടെ എഴുതാം. അതായത് പി ടു ബൈ വി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വൺ ബൈ പി ടു എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഇനി ലാസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക് പ്രോസസ്സിൽ എങ്ങനെയാ വരിക, അഡയബാറ്റിക് പ്രോസസ്സിൽ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ഫ്രം ദ സിസ്റ്റം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ഹീറ്റ് എനർജി എന്താണ്, സീറോ ആണ്, ഡി ക്യു സീറോ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താണ്, സീറോ ആണ്. എൻട്രോപ്പി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് അഡയബാറ്റിക് പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്.